വീടുകളിലെല്ലാം തന്നെ പനിക്കൂർക്കയുടെ ചെടി ഉണ്ടാവും. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലെ 2 തണ്ട് വലിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു ഇല വലിച്ചാൽ മതി, അല്ലെങ്കിൽ ഇലയില്ലെങ്കിൽ ഒരു തണ്ടാണെങ്കിലും മതി കേട്ടോ. നമ്മളിത് ഇലയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഇല ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇലയിൽ എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഈ തണ്ട് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, തണ്ടിനെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു തണ്ട് വെള്ളത്തണ്ട് പോലെയാണ് കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ പനിക്കൂർക്കയുടെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഈ തണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് പല്ലിയുടെ ശല്യം, മിക്ക വീടുകളിലും പല്ലിയുടെ ശല്യം ഉണ്ടാകും. പ്രത്യേകിച്ച് രാത്രി സമയത്ത് നമ്മൾ കിടന്നതിന് ശേഷമൊക്കെ ആയിരിക്കും പല്ലി കൂടുതലായിട്ട് കിച്ചണിലും ഒക്കെ കാണുക. അപ്പോൾ ജനലിൽ, അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ, അത് TV സ്റ്റാൻഡിൻ്റെ അവിടെ, ബൾബ് ട്യൂബ് ലൈറ്റിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവും. ആ ഭാഗത്തൊക്കെ നമ്മളൊരു തണ്ട് ഇതുപോലെ ഡെയിലി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലിനെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് തുരത്തി ഓട്ടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ തണ്ടല്ല എന്നുണ്ടെങ്കിൽ ഇലയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഞെരടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.